കോഴിക്കോട് ജില്ലയിൽ മഞ്ഞപ്പിത്തം പടരുന്ന സാഹചര്യത്തിൽ പരിശോധന വ്യാപിച്ച ഭക്ഷ്യസുരക്ഷാ വിഭാഗം നഗരത്തിലും ബീച്ചിലും നടത്തിയ പരിശോധനയിൽ ശുചിത്വമല്ലാത്ത പ്രവർത്തിച്ച തട്ടുകടകൾക്കെതിരെ നടപടി. വരും ദിവസങ്ങളിൽ ഹോട്ടലുകളിൽ ഉൾപ്പെടെ പരിശോധന ശക്തമാക്കാനാണ് തീരുമാനം. കോഴിക്കോട് ജില്ലയിൽ മഞ്ഞപ്പിത്തം പടരുന്ന സാഹചര്യത്തിലാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗവും കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗവും പരിശോധന ശക്തമാക്കിയത്. നഗരത്തിലെ വിവിധ ഭാഗങ്ങളിലും ബീച്ചിലും നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങളും അനാരോഗ്യകരമായ ശീതളപാനീയങ്ങളും പിടിച്ചെടുത്തു. വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ച നിരവധി തട്ടുകടകൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി തന്നെ കച്ചവടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഉള്ള ഒരു പരിശോധന എന്നുള്ള നിലക്കാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നടപടികൾ അങ്ങനെ നിയമവിരുദ്ധമായിട്ടുള്ള നിർമ്മാണങ്ങൾ മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. മാനദണ്ഡങ്ങൾക്ക് വിധേയമായി മാത്രം കച്ചവടം ചെയ്യാനുള്ള നിർദ്ദേശമാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. ഇവിടെ ഉപയോഗിക്കുന്ന വെള്ളം ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തുകയാണ്. കച്ചവടം ചെയ്യുന്ന ആളുകളുടെ വ്യക്തിശുചിത്വം ഉറപ്പുവരുത്തുന്നുണ്ട്. ഇവിടെ എന്തായാലും ബീച്ചിന് ഒരു പകർച്ചവ്യാധി ഉണ്ടാവരുത്, ഈ തട്ടുകടകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഒരു പകർച്ചവ്യാധി ഉണ്ടാവരുത് എന്നുള്ള ഉദ്ദേശത്തോടുള്ള ഒരു പരിശോധനയാണ്. ബീച്ച് ഭാഗത്ത് 90 കടകൾക്ക് മാത്രമാണ് കോർപ്പറേഷൻ ലൈസൻസ് നൽകിയിട്ടുള്ളത്. എന്നാൽ അധികം കടകൾ അനധികൃതമായി പ്രവർത്തിക്കുന്നതായി കണ്ടെത്തി. ശീതളപാനീയങ്ങളും ഐസ് ഉൽപ്പന്നങ്ങളും ശുചിത്വമില്ലാത്ത വെള്ളത്തിൽ ഉണ്ടാക്കുന്നതായും കണ്ടെത്തി. ഒക്ടോബർ മുതൽ ഇതുവരെ 227 പേർക്കാണ് ജില്ലയിൽ മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത്. ഈ മാസം ഇതുവരെ 45 പേർക്ക് രോഗം ബാധിച്ചു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ 6 പേരാണ് ചികിത്സയിലുള്ളത്. ശുചിത്വമില്ലാത്ത ഭക്ഷണപാനീയങ്ങളിൽ നിന്നാണ് രോഗം പടരുന്നതെന്ന് കണ്ടെത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് പരിശോധന കർശനമാക്കുന്നത്. വരും ദിവസങ്ങളിലും ഹോട്ടലുകളിലടക്കം പരിശോധന ശക്തമാക്കുമെന്ന് അധികൃതർ പറഞ്ഞു. ജനം, കോഴിക്കോട്.